അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. HND ലൈവിൻ്റെയും മലബാർ അടുക്കളയുടെയും കുക്കറി ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി സോറി പറയുന്നു കുറച്ച് വൈകിയതിൽ. ഇന്ന് പുതിയൊരു എപ്പിസോഡാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പുതിയ പുതിയ റെസിപ്പീസാണ്. നാട്ടിൽ നിന്നും ആളുകളുണ്ട്, അതുകൊണ്ട് കുറച്ച് വൈകിപ്പോയി. സോറി. എല്ലാവരും കാത്തിരുന്ന് കാണുക. പുതിയ പുതിയ റെസിപ്പിയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നു. അസ്സലാമു അലൈക്കും. ജുമി, എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ കൂടെ രണ്ടുപേരാണുള്ളത്, ജുമി മുത്തു ആൻഡ് ഇൻഷിറസ് പിയോസ. അപ്പോൾ ജുമി, ഇവർ എൻ്റെ കൂടെ മലബാർ അടുക്കള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും കൂടിയാണ് രണ്ടുപേരും. ആദ്യം ജുമിനോട് പരിചയപ്പെടാം. ജുമി, എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയാ കുപ്പു? സുഖം തന്നെ. നാട്ടിലെവിടെയാണ് ജുമി? ഞാൻ നാട്ടില് തലശ്ശേരി. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലിപ്പോ ഉമ്മ മാത്രമേ ഉള്ളത്. നാട്ടില് ഉപ്പ ബ്രദറെല്ലാം ഖത്തറിലാണ്. പിന്നെ ഒരു സിസ്റ്റർ ഉണ്ട് ദമാമില്. ഓക്കെ. പിന്നെ കുട്ടികളൊക്കെ? ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? കുട്ടികള് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. കുട്ടികള്? മക്കള് ഒരാള് 5th ഒരാള് 6th. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്തൊക്കെയുണ്ട് കുബുവിന്റെ വിശേഷം? അൽഹംദുലില്ലാ, നന്നായി പോകുന്നുണ്ട്. പിന്നെ കുട്ടികളും ഹസ്ബൻഡൊക്കെ? മക്കള് 2 മക്കളാണ്. ഒരാൾ UKGയിലും ഒരാള് 8 മാസമായിട്ടുള്ള. മാഷാഅല്ലാ, ചെറിയ മോനല്ലേ? കണ്ടു. പിന്നെ ഹസ്ബൻഡ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. നാട്ടിലെവിടെയാണ്? നാട്ടില് എടവണ്ണപ്പാറ. അതെവിടെ? എടവണ്ണപ്പാറ എന്ന് പറഞ്ഞാല് അത് കൊണ്ടോട്ടി അടുത്താണ്. മലപ്പുറം അടുത്തുണ്ടാ, എയർപോർട്ടിനൊക്കെ അടുത്തായിട്ട്, കാലിക്കറ്റ് എയർപോർട്ടിന്. പിന്നെ നമ്മളുടെ കൂടെ ഇന്ന് നാട്ടിൽ നിന്ന് ഒരാളുണ്ട്, ബാംഗ്ലൂർ കോർഡിനേറ്ററും മലബാർ അടുക്കള കോർഡിനേറ്ററാണ് ബാംഗ്ലൂർ. പിന്നെ തബസ്സും കിച്ചൺ എന്ന യൂട്യൂബിൻ്റെ ഉടമയാണ് നമ്മുടെ സ്വന്തം തസ്രിയ ബഷീർ. വെൽക്കം തസ്രിത. വെൽക്കം തസ്രി. താങ്ക് യു കുബ്ര. താങ്ക് യു ഇൻഷിറ, ജുമി. ഹായ്. തസ്രി, അളയാക്ക എന്ത് ചെയ്യുന്നുണ്ട്? അസ്സലാമു അലൈക്കും. ഉണ്ട് ഇവിടെ. മക്കള് പുറത്തുണ്ട്. മക്കളൊക്കെ സുഖാണോ? മക്കളൊക്കെ ഉണ്ട്. സുഖായിരിക്കുന്നു, അൽഹംദുലില്ലാ. തസ്രിത, നാട്ടിൽ എന്തൊക്കെയാ വിശേഷം? ഞാൻ ബാംഗ്ലൂരിലാണ് ഇപ്പോ. നാട് കാസർഗോഡ്. ഇവിടെ എന്താ വിശേഷം? പിന്നെ തസ്രി എന്റെ അമ്മായിന്റെ അനിയത്തി കൂടിയാണ് കേട്ടോ. എന്റെ അമ്മായിന്റെ കസിൻ സിസ്റ്റർ ആണ് തസ്രി. പിന്നെ തസ്രി, നാട്ടിലൊക്കെ വിളിച്ചിനോ? നാട്ടില് വിളിക്കാറുണ്ട്. പോവാത്ത കൊറേയായി ഇപ്പൊ നാട്ടില്. ഞാനും പോവാത്ത കൊറേയായി ഇപ്പൊ. കുബ്ര പോവാത്ത കൊറേയായി അല്ലേ? അതെ, 2 വർഷത്തിന്റെ അടുത്തായി ഇപ്പൊ. ഭയങ്കര സങ്കടമാണ് ഇപ്പൊ. നാട് മിസ് നല്ലോണം മിസ്സാകുന്നുണ്ട് നാട്. അതെ, ഞങ്ങൾ അടുത്ത് പോവാന് പ്ലാൻ ഉണ്ട്. ഇൻഷാ അല്ലാ. ഇവിടെയും ഫ്ലൈറ്റ് ആയി കഴിഞ്ഞാൽ പോണെന്ന് വിചാരിക്കുന്നുണ്ട്. ഫ്ലൈറ്റ് ഒന്ന് റെഡി ആയാലും. ഇൻഷാ അല്ലാ. ആദ്യം നമുക്ക് ആദ്യം റെസിപ്പി കാണാലോ നമുക്ക്. ഞാനിന്ന് എല്ലാരും പറഞ്ഞതനുസരിച്ചിട്ട് കപ്പ ബിരിയാണിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം അതിലേക്ക് പോവാം, നമുക്ക് കപ്പ ബിരിയാണിയിലേക്ക് പോവാം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ കുബ്ര ലത്തീഫ്. എൻ്റെ ഒരു ചാനലുണ്ട്, കാഫിലാസ് വേൾഡ്. ഇത് കപ്പ ബിരിയാണി ഉണ്ടാക്കിയത് നമ്മുടെ HND ലൈവ് പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. HND ലൈവിൻ്റെ കഴിഞ്ഞ ആഴ്ച കുറച്ച് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിരുന്നു കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ബീഫ്, നല്ല ഫ്രഷ് ബീഫ് വാങ്ങിക്കുക. ഞാൻ ഉണ്ടാക്കിയതാണ് കപ്പ ബിരിയാണിയും ചിക്കൻ വിങ്സ് ബഫെല്ലാം ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആദ്യം ഒരു വലിയ പാത്രം അടുപ്പത്ത് വെക്കുക. മേലെ ബെറ്റർ ആയിരിക്കും, വെളിച്ചെണ്ണയോ എന്തായാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചതിന് ശേഷം 2 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. കുറച്ചധികം ഫ്രൈ ആയിക്കോട്ടെ, നല്ല ബ്രൗൺ കളറാവുന്നവരെ ഫ്രൈ ആവട്ടെ. ഓക്കെ, നല്ല ഫ്രൈ ആയതിനു ശേഷം നോക്കാം, നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് വെച്ചാൽ നല്ലതാണ്. ഏതൊരു ഉള്ളി ഫ്രൈ ആക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് ഉപ്പ് ചേർത്ത് വെച്ചാൽ കരിഞ്ഞു പോവില്ല, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും.
ഓക്കെ, അതൊരു ടിപ്സാണ്. ഉള്ളി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഫ്രൈ ആയി കഴിഞ്ഞു അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. ഇത് കപ്പ ബിരിയാണി ആയതുകൊണ്ടാണ് ഇങ്ങനെ മസാല ഉണ്ടാക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കി ചെയ്താൽ, ഇതുപോലെ ചെയ്താൽ സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് കുറച്ച് തക്കാളി ഇട്ടതിന് ശേഷം ഒരു 2 തക്കാളിയാണ്, ചെറുത് വലുതാണെങ്കിൽ 1 മതിയാവും. കൂടുതൽ മസാല ഇട്ടാൽ കപ്പ ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടൂല. പിന്നെ 2 സ്പൂൺ വരെ ആവും. ഒരു 8ഓ 7ഓ മറ്റോ പച്ചമുളക്, ഒരു വലിയ വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇവ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി ഒഴിച്ചു കൊടുക്കുക. ഉണ്ടല്ലോ, നല്ല വെന്ത് വരുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇത് കപ്പയിലേക്കും ബീഫിലേക്കും രണ്ടിലേക്കും ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് വേവിച്ചാൽ ഉപ്പ് കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ ഉപ്പ് അധികം ഇടേണ്ടി വരും. അതാണ്. അപ്പോൾ ഇരുന്ന് കണ്ടല്ലോ, ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും കുരുമുളകും എല്ലാം കൂടി മിക്സിയിൽ പൊടിച്ചെടുത്താണ് ഗരം മസാല, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് കുരുമുളകെല്ലാം കൂടി പൊടിച്ചെടുത്തതാണ്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കുറച്ചിങ്ങനെ വെന്ത് വരുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ച ബീഫും പിന്നെ കുറച്ച് വെള്ളവും എല്ലാം കൂടി, ആ വെള്ളത്തിൽ വേണം ഈ മസാലയും ബീഫൊക്കെ അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ തീര് വെച്ചിട്ട് കുറച്ചധികം സമയം നല്ല മസാലയായി വരട്ടെ. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് വെച്ചു. ഉണ്ടല്ലോ, കുറച്ച് വെള്ളം ചേർത്ത് അത് വറ്റി വരണം. അപ്പോഴാണ് അത് മസാലയ്ക്ക് ടേസ്റ്റ് കൂടുന്നത്. അത് കപ്പ ബിരിയാണി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്, ശ്രദ്ധിക്കണം. മറ്റേ ബിരിയാണിൻ്റെ മസാല പോലെയല്ല, കുറച്ച് വെള്ളം കൂടിയൊക്കെ ചേർത്തിട്ട് നല്ല മസാല വെന്ത് കിട്ടണം. കണ്ടോ, കപ്പ എല്ലാം നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. കപ്പ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. പിന്നെ ഈ കാസർഗോഡുകാർക്ക് അത്ര കപ്പനെ പറ്റിയിട്ട് അറിയില്ല. ഞങ്ങൾ കപ്പന ഉണ്ടാക്കൽ കുറവ് തന്നെയാണ്. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടാണ് കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചതും ഉണ്ടാക്കുന്നതൊക്കെ. സൗദിയിൽ വന്നതിന് ശേഷമാണ് കപ്പനെ പറ്റിയിട്ട് നന്നായിട്ട് അറിയാൻ തുടങ്ങിയത്. എന്താ, ഇവിടെ അധികം മലപ്പുറം കോഴിക്കോടൊക്കെ ആൾക്കാരുള്ളത് കൊണ്ട് അവരിൽ നിന്നും അറിഞ്ഞതാണിത്. പക്ഷെ നല്ല ടേസ്റ്റി ആയി തോന്നി ഉണ്ടാക്കിയപ്പോൾ. പിന്നെ പെങ്കിലും ഒരിക്കലും ഉണ്ടാക്കും, നല്ല പൂതി വരുമ്പോൾ ഉണ്ടാക്കി കഴിക്കുന്നതാണ് കപ്പ ബിരിയാണി. പക്ഷെ നല്ല ടേസ്റ്റിയാണ് എന്തായാലും. ഇപ്പം ഇനി എല്ലാവരും പരീക്ഷിച്ച് നോക്കണം കേട്ടോ ഈ കപ്പ ബിരിയാണി. വെറുതെ പുഴുങ്ങി തിന്നരുത്, ഇങ്ങനെ ബിരിയാണി വെച്ച് കഴിച്ചാൽ മതി. പിന്നെ മത്തിയും കപ്പയും അത് പൊളിയാണ്. അത് നല്ല സൂപ്പർ ടേസ്റ്റാണ് മത്തിയും കപ്പയും. പിന്നെ ചിക്കൻ വെച്ചിട്ടുണ്ടാക്കും. ചിക്കൻ വെച്ചിട്ട് തരക്കേടില്ല, ടേസ്റ്റാണ്. ബീഫും പിന്നെ മട്ടൻ്റെ എല്ലൊക്കെ ഇട്ടിട്ട് അതൊരു കപ്പ ഉണ്ടാക്കുന്നത്. എനിക്ക് ഒരു ഫ്രണ്ട് അന്ന് കൊണ്ടു തന്നു, എൻ്റെ വീട്ടിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഫ്രണ്ട് കൊണ്ടു തന്നിരുന്നു ഉണ്ടാക്കിയിട്ട്. അത് സൂപ്പർ ടേസ്റ്റായിരുന്നു. എന്നിട്ട് ഈ മസാല ഒക്കെ റെഡിയായി നല്ലൊരു മണം വരും മസാലൻ്റെ. എന്നിട്ട് കുറച്ച് വറ്റി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കപ്പ ഒടിച്ച് വെച്ച കപ്പ ചേർത്ത് കൊടുക്കണം. ഒടിച്ച് വെച്ച കപ്പ എല്ലാം അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കണ്ടല്ലോ, ഇങ്ങനെ മിക്സ് ചെയ്യണം. എല്ലാം മിക്സ് ചെയ്തും കൊണ്ട് ഒടിച്ചുകൊണ്ടിരിക്കണം. നല്ല ഒടിഞ്ഞ് കിട്ടുമ്പോൾ പല്ലില്ലാത്തവർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന ഒരു കപ്പ ബിരിയാണിയാണിത്. ആർക്കും കഴിക്കാം, ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അത് ഉപ്പ് എത്ര തികഞ്ഞിട്ടില്ലായിരുന്നു, കുറച്ചുകൂടി ഉപ്പിട്ടു. അപ്പോൾ നല്ലതാ കപ്പ ബിരിയാണി റെഡിയായി വരുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ വെച്ച് വീണ്ടും വറ്റിച്ചെടുക്കണം. നല്ല ബിരിയാണി ആയതാ, കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നോക്കിക്കോ, അതാ സൂപ്പർ ഒരു മണം വരും. കപ്പയും ബീഫും കൂടി ഉടഞ്ഞ് ചേർന്ന് അതിപ്പോൾ കാണുമ്പോൾ തന്നെ വായിൽ കപ്പലോടുന്നുണ്ടാവല ഈ കപ്പ ബിരിയാണി കണ്ടിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് വെച്ച് ചെറിയ തീയിൽ അവിടെ മൂടി വെക്കണം, അവിടെ വെക്കട്ടെ. എന്നിട്ട് നല്ലൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 or 3 സ്പൂൺ നല്ല നെയ്യോ ബട്ടറോ ഒഴിച്ചെടുക്കുക. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ. ഞാൻ ബട്ടറും നെയ്യും മിക്സ് ചെയ്തിട്ടാണ് എടുത്തത്. എന്നിട്ട് അതിലേക്ക് ഒനിയൻ ഇട്ട്, വേണമെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ ഇടാൻ, അണ്ടിപ്പരിപ്പൊന്നും ഇട്ടിട്ടില്ല. എന്നിട്ട് ഈ കപ്പൻ്റെ മേലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് വിതറി കൊടുക്കുക. മല്ലിച്ചപ്പ് മേലേക്ക് വിതറി കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്ത ഒനിയനും ആ നെയ്യോട് കൂടിയിട്ട്, നെയ്യും ബട്ടറുമാണ് ഞാൻ മിക്സ് ചെയ്തത്. നിങ്ങൾ നെയ്യ് മാത്രം വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ബട്ടർ മാത്രം ഇടാം, എന്ത് വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
കപ്പയുടെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്ത് 2 മിനിറ്റ് മൂടി വെച്ചാൽ മതി. എന്നിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് വിളമ്പി കൊടുക്കുക, വിളമ്പി കഴിക്കുക. അല്ലോ എന്തൊരു ടേസ്റ്റാണ് മക്കളെ, മാഷാ അല്ലാ. അതിൻ്റെ കൂടെ തന്നെ നെയ്ച്ചോറുണ്ടാക്കി, കുറച്ച് ചിക്കൻ ബഫല്ലോ വിങ്സ് ഉണ്ടല്ലോ അതും ഉണ്ടാക്കി. ബഫല്ലോ വിങ്സിൻ്റെ റെസിപ്പി അടുത്ത ആഴ്ച വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ കാഫിലാസ് വേൾഡ് സെർച്ച് ചെയ്താൽ മതി. കാഫിലാസ് വേൾഡിൽ ഉണ്ടാവും ബഫല്ലോ വിങ്സിൻ്റെ റെസിപ്പിയൊക്കെ. അപ്പോൾ ഈ കപ്പ ബിരിയാണി എല്ലാവരും കഴിച്ച് ഇപ്പം തന്നെ അഭിപ്രായം പറയണേ. ഇപ്പം തന്നെ എടുത്തോളൂ. കപ്പയും ബീഫൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നാളെ രാവിലെ ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് അഭിപ്രായം അറിയിക്കണം. ബൈ ബൈ. കണ്ടിട്ട് തന്നെ വയറ് താങ്ക് യു നാവില് വെള്ളം വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് ടേസ്റ്റ് ചെയ്യാനൊക്കെ ആളൊക്കെ വന്നിരുന്നു. മാഷാ അല്ലാ, ഇത് കണ്ടിട്ട് കുറേ ആൾക്കാർ കഴിക്കാൻ വന്നിരുന്നു. മാഷാ അല്ലാ. മാഷാ അല്ലാ. പിന്നെ നല്ല കമൻറ്റുകളൊക്കെ ഉണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. പിന്നെ താങ്ക് യു ഹസൻ ഭായി. കുബ് സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇത് ധന്യ പ്ലേറ്റ് കൊടുത്തോണ്ട് വേഗം വാ. പിന്നെ മാഷാ അല്ലാ, അടിപൊളി കുബു. ഹായ് ഡിയേഴ്സ്, ഫസ്ന ഹായ് ഡിയേഴ്സ്, ജസ്ന ഷാഫിർ അടിപൊളി കുബു. അടിപൊളി കുബു. സൂപ്പർ ഡയലോഗ്. ഹായ് ജുമി. ഹായ് ജുമി. എല്ലാവരും ഉണ്ട് കേട്ടോ. ഹായ് കുബു, ഇൻഷിറ, ജുമി, പിന്നെ മാഷി ഉണ്ട്. എല്ലാവരും ലൈനിലുണ്ട്. ഓക്കെ, പിന്നെ എല്ലാവരും ഉണ്ടല്ലോ ലൈനില്. എല്ലാവരും ഉണ്ട്. ഹൈറുന്നിസ, സജിന, കലാപം പ്ലേറ്റ് കൊണ്ടുവരട്ടെ. അതെ മാഷാ അല്ലാ. കപ്പ ഇഷ്ടപ്പെടാത്തല്ലേ? റാസിക്ക് ഉണ്ട്. റാസിക്ക വന്നോളൂ, എപ്പോ വേണമെങ്കിലും വന്നോളൂ. ജസ്ന ഹായ് കുബു. കപ്പ ബിരിയാണി സൂപ്പർ ഡയലോഗ്. അടിപൊളി. അതിന്റെ അഭിപ്രായം താഴെ അറിയിച്ചോളൂ എല്ലാവരും. കപ്പ ബിരിയാണി എല്ലാവരും പറഞ്ഞതനുസരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഫസ്ന ഹായ് ഡിയേഴ്സ്. ഹായ് മുബീന സാലി ഹായ് കുബു. ഹായ് എല്ലാവർക്കും ഹായ് ഹായ് ഹായ്. റാഷിദ് മംഗലശ്ശേരി കപ്പ ബിരിയാണി സൂപ്പർ. താങ്ക് യു. ഹസൻ കുബ്രയുടെ കപ്പ ബിരിയാണി ഞാനും നൂഹും കഴിച്ചതാ, സൂപ്പർ. മാഷാ അല്ലാ. ഹസൻക, നൂക്ക എല്ലാവർക്കും ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. മുബീന സാലി ഹായ് ജുമി. സഫീന സഫീർ അതെൻ്റെ ഒരു ഫ്രണ്ടാ. ഹായ് ജുമി. ഹായ് ഹായ് പറഞ്ഞല്ലോ. ഹായ് സഫി. ഫാസ് ഞാനും ഉണ്ട്. ലത്തീഫ് ഉണ്ട്. ലത്തീഫ് ഞാനും ഉണ്ട്. പിന്നെ സജിന യൂനസ് എല്ലാവർക്കും ഹായ്. ഹായ് സജി. പിന്നെ ജുമിന്റെ വിശേഷം എന്തൊക്കെയാ? നാട്ടിലൊക്കെ വിളിക്കാറില്ലേ? ഓ നാട്ടിലെല്ലാം വിളിക്കും. നല്ല അൽഹംദുലില്ലാ. നാട്ടിൽ പോകുന്നുണ്ടോ അടുത്തിരുന്നാലും? ഇപ്പോ അടുത്ത് പെട്ടതില്ല. വിചാരിച്ചിരുന്നു. എത്രയായി വന്നിട്ട്? ഇപ്പൊ കുറെ ആയോ? എത്രയായി? കുറെ വർഷമായോ? ഞാനിവിടെ വന്നിട്ട് ഇപ്പോ 3 വർഷമായി. ജിദ്ദയിൽ വന്നിട്ട് വെക്കേഷൻ ലാസ്റ്റ് ഇയർ പോയിന് വെക്കേഷന്. നെക്സ്റ്റ് നമുക്ക് ഇവളൊരു വീഡിയോ കാണാം. നമുക്ക് ജുമിൻ്റെ വീഡിയോ കാണാം. അൽത്തി ജ്യൂസാണ്, സൂപ്പറാണ്. എല്ലാവരും കണ്ടു നോക്കൂ, കണ്ടിട്ട് വരാം നമുക്ക്. ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ജ്യൂസാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഓട്സ്, പാലിൽ സോക്ക് ചെയ്ത് വെച്ച ഓട്സ്, ഷുഗർ, ഡേറ്റ്സ്, പിസ്താഷ്യോ, ആൽമണ്ട്. പിന്നെ ആൽമണ്ട് പിസ്താഷ്യോ ഡെക്കറേഷന്, പിന്നെ കുറച്ച് നീര്. അപ്പോൾ നമുക്ക് ജ്യൂസ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പാലിൽ സോക്ക് ചെയ്ത് വെച്ച ഓട്സ് ചേർത്ത് വെക്കാം. ഡേറ്റ്സ് ചേർത്ത് വെക്കാം. പിന്നെ കുറച്ച് പിസ്താഷ്യോ, കുറച്ച്
കുറച്ച് ഡെക്കറേഷനും നട്ട്സ് ഹായ്, എല്ലാവരും ജ്യൂസ് എല്ലാം കണ്ടോ? മഷാല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആണ് അല്ലേ? ഹെൽത്തി ആണ്, നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിരിക്കും. ഹെൽത്തി ആണ്, നല്ല ടേസ്റ്റി ആണ്. പിന്നെ ഡേറ്റ്സ് ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ജ്യൂസ് അടിച്ച് കൊടുക്കുമ്പോൾ നല്ല രസം. കുറച്ചും കൂടിയും. തസ്രി എങ്ങനെ ഉണ്ടായിരുന്നു? തസ്രി ജ്യൂസ് കണ്ടോ? അടിപൊളി അടിപൊളി, ഞാൻ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. നന്നായിട്ടുണ്ട് 2 റെസിപ്പിയും. ജ്യൂസ് നന്നായിട്ടുണ്ട്, കപ്പ ബിരിയാണിയും നന്നായിട്ടുണ്ട്. മാഷാല്ലാ. പിന്നെന്തൊക്കെയാണ് ജുമി? പിന്നെ കുറെ മെസ്സേജുകൾ മെസ്സേജ് ഉണ്ട്. റാസിക് HNE നൗഷാദൻ ഡോക്ടർ ഹിന്ദു, ഹാറ്റ്സ് ഓഫ് യു ആർ അറേഞ്ചിങ് ഓൾ വണ്ടർഫുൾ പ്രോഗ്രാംസ്. താങ്ക് യു റാസിക. നാസിയ മെഹർ, ഹായ് ഇൻഷിറ. സാബി മാഷാല്ലാ കുബു കപ്പ ബിരിയാണി സൂപ്പർ പറഞ്ഞിട്ടുണ്ട് സാബി. ഹായ് സാബി. താങ്ക് യു സാബി. സജി ഹെൽത്തി ജ്യൂസ് ആണല്ലോ ജുമി. താങ്ക് യു സജി. സജന യൂനിസ് ഇല്ലേ? സജന യൂനിസ്. ഫാസ്മോൻ മാഷി എവിടെ ഉള്ളത്? ഫാസ്മോന് വീട്ടിലാണോ അല്ല വന്നിട്ടുണ്ടോ അപ്പൻ്റെ കൂടെ? അവിടെ ഇരുന്ന് കാണാണ്. ജ്യൂസ് കിട്ടു. താങ്ക്സ് കുക്ക്ഡ് വിത്ത് ലവേഴ്സ്. താങ്ക്സ് റാസിക. താങ്ക് യു സജി. മാഷി. തസ്രി താങ്ക് യു തസ്രി. അവിടെ ഇന്ന് മെസ്സേജ് ഇടുന്നുണ്ട്. തസ്രീത്ത ജ്യൂസ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വാവ് യമ്മി ജ്യൂസ്, ഗുഡ് ഹെൽത്തി ജ്യൂസ്. സജിന എല്ലാരും കമന്റ് ഇടുന്നുണ്ട്. മാഷാഅല്ലാ എല്ലാരും ഉണ്ട്. എല്ലാരും ഫുള്ള് കാണണേ. ഇപ്പൊ ഇനിയുണ്ട് റെസിപ്പീസുകള്. പിന്നെ മുഹമ്മദ് ഷാഹിദ് ഫസല് എല്ലാരും ലൈനിലുണ്ട്. മുത്തു അപ്പുറത്തെ കുബ്രത്ത വിളിക്കുന്നുണ്ട്. താങ്ക് യു മുത്തു. പിന്നെ ഫെമി ജലീൽ, അതെന്റെ ഒരു ഫ്രണ്ടാണ് ജുമി. ഇത് കഴിഞ്ഞിട്ട് ആരും പോരുത്. ഇനിയും പാട്ടുണ്ട്, മുത്തുവിന്റെ പാട്ടൊക്കെ ഉണ്ട് നമുക്കിവിടെ. ഇൻഷാല്ലാ നല്ല അടിപൊളി പാട്ടാണ്. ഇൻഷാല്ലാ എല്ലാരും വെയിറ്റ് ചെയ്യാ. ബാബ ഹക്കീം, ഞാൻ കുടിക്കാത്തത് കൊണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ആരാണ് ബാബ? അതിന്റെ ആരാന്ന് മനസ്സിലായി? അറിയോ? ഇൻഷാല്ലാ ഒരു ദിവസം ട്രൈ ചെയ്യാം. അവളെ വിളിക്കും ഇൻഷാല്ലാ. ജുമിന്റെ വീട്ടിൽ പോയാ മതി, മുത്തുവിന്റെ വീട്ടില്. ഷെറിൻ മുഹമ്മദ്, സൂപ്പർ. എല്ലാരും വീട്ടിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഷെറിൻ. കലാഭവൻ ധന്യ, ഹായ് ധന്യ. സാബി ജുമി സൂപ്പർ ഹെൽത്തി ആണല്ലോ. താങ്ക് യു സാബിർത്ത. റാഫി മോൻ റഫി, അപ്പുവേട്ടൻ ഹാജർ. സൂപ്പർ ഹെൽത്തി ആണല്ലോ. എന്തായാലും ടെസ്റ്റ് ചെയ്യണം. നല്ല ടേസ്റ്റ് ഉള്ളതാണ്, എന്റെ ഹെൽത്തി ആണല്ലോ. എന്തായാലും ഉണ്ടാക്കി നോക്കണം. എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ സാധനവും ഇപ്പൊ വീട്ടിലുണ്ട്. നാളെ തന്നെ ടെസ്റ്റ് ചെയ്യാം ഇൻഷാല്ലാ. ഇനിയിപ്പോ നമുക്ക് ഇൻഷിന്റെ റെസിപ്പിക്ക് പോയാലോ? ഇൻഷാല്ലാ. റെഡി ആവോ? സോറി, ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ടാണത്. സൗണ്ട് എന്ന് പറയുന്നത് ചെറിയൊരു എന്തോ പ്രശ്നമുള്ളത് കൊണ്ട് അത് പറ്റിയില്ല. സോറി. സജിന യൂനിസ് കേൾക്കുന്നില്ല. സജി ഇപ്പം പ്ലേ ചെയ്യൂട്ടാ. വെയിറ്റ്.
മുസ്തഫ മുഗ്രൽ മുസ്തഫ ആയി എൻ്റെ മുഹമ്മദ് അഷ്റഫ് എൻ്റെ ബ്രദറാ ഖത്തറിന് ആണ്. റാസിക്ക വി ആർ വെയിറ്റിംഗ് മുത്തു, ഈസ് എ ഗുഡ് സിംഗർ. ഇൻഷാല്ല മുത്തു പാടുന്നുണ്ട് റാസിക്ക. എല്ലാരും കാത്തിരുന്നോളൂ, മുത്തു പാടുന്നുണ്ട്. നമുക്ക് തസ്രീത്താന്റെ റെസിപ്പി വരാനുണ്ട്, കുറെ പണിയുണ്ട്, ആരും പോലെ. അതെ, ഷെറിൻ മുഹമ്മദ് വീഡിയോ സ്റ്റക്ക് ആയോ? വീഡിയോ സ്റ്റക്ക് അല്ല, ഒരു സൗണ്ടിന്റെ ഒരു പ്രോബ്ലമാണ്, പ്രശ്നമാണ്. അത് സ്റ്റക്കാണ്. വീഡിയോ സ്റ്റക്ക് ആയതുകൊണ്ടാണ്, സോറി. അതിപ്പോ വരും, ശരിയാവുന്നുണ്ട്. റാഫിമോൻ റാഫി ആരത്? ആരാ പാട്ട് പാടുന്നത്? ധന്യ ചേച്ചി. ധന്യ ചേച്ചി അല്ലേ ഇന്ന് പാടുന്നത്? ഈ ജുമിയുടെ ഹസ്ബൻഡാണ്, മുത്തലിബാണ് പാടുന്നത്. ഇൻഷാല്ല കുറച്ച് കഴിഞ്ഞ് പാടും. സജിയ ഓക്കെ. എല്ലാവരും ഉണ്ടല്ലോ. പിന്നെ ഇൻഷി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീട്ടില് നാട്ടില് ഉമ്മ ഉപ്പ, പിന്നെ ഞാനാണ് മൂത്തത്. നീ നാട്ടിലാണ് പഠിച്ചതൊക്കെ? ഇവിടെ വന്നിട്ട് എത്രയായി? ഞാനിവിടെ വന്നിട്ട് ഒരു 8 വർഷമായി. മാഷാഅല്ലാ, 8 വർഷമായി. അതെ, 8 വർഷമായി. നമ്മളിപ്പോഴാണല്ലോ പരിചയപ്പെടുത്തൊക്കെ, കുറച്ചായിട്ടല്ലേ ഉള്ളൂ. ഇനിയിപ്പോ മലബാർ അടുക്കളയിൽ ഉണ്ടായതല്ല? അതെ അതെ, ഒരു വർഷം പ്രോഗ്രാമിനൊക്കെ ഉണ്ടാവലുണ്ട്. മാഷാഅല്ലാ. റാഷിദ് മംഗലശ്ശേരി അടുത്ത റെസിപ്പിക്ക് വേണ്ടി വെയിറ്റിംഗ്. ഇൻഷാല്ലാ അടുത്ത റെസിപ്പി ഇഷ്ടമുള്ള റെസിപ്പീസുകൾ താഴെ പറഞ്ഞാൽ ഇൻഷാല്ലാ അടുത്ത ആഴ്ച നമുക്ക് ആ റെസിപ്പീസ് ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസ് പറയാം, കമന്റിലൂടെ അറിയിക്കാം. ഏത് റെസിപ്പി ആണെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ലൈവിലും കൊണ്ടുതരുന്നതാണ് ഇൻഷാല്ലാ. ഇപ്പൊ തന്നെ ഇട്ടോളൂ എല്ലാവരുടെ റെസിപ്പീസും. മുഹീദ്ദീൻ ഫൈസൽ മെസ്സേജ് അയച്ചതാണ്. ഷെറിൻ മുഹമ്മദ് ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പൊ വരും. ഷംസീർ അടിപൊളി, താങ്ക് യു. അഷ്റഫ് ചുക്കൻ വന്നിട്ടുണ്ട്. കുബ്രത്ത പാടുന്ന പാടാം, ഇപ്പൊ പാടും. റെഡിയായി നിക്ക. എല്ലാരും ലൈനിലുണ്ട്. മാഷാഅല്ലാ. ഷംസീർ അടിപൊളി. ഷംസീർ ഹായ്, ഫേസ്ബുക്കിലെ ഒരു ഫ്രണ്ടാണ്. എല്ലാരും വന്നിട്ടുണ്ട്. നമ്മള് എല്ലാരും ഷെയർ ചെയ്തോളൂ, നമ്മളെ റെസിപ്പീസ് എല്ലാവർക്കും ഷെയർ ചെയ്തോളൂ, എല്ലാവരും കാണട്ടെ. എല്ലാവരും കമന്റ് ഇട്ടോളൂ, വേണ്ട റെസിപ്പീസ് കമന്റ് ഇട്ടോളൂ നിങ്ങള്. ഇനി ഇൻഷാല്ലാ നമുക്ക് തസ്രീത്തായിട്ട് സംസാരിക്കാലോ. ഹായ് തസ്രീം. ഹായ്. എങ്ങനെ പോകുന്നു അവിടെ? നന്നായി പോകുന്നു ഹുബ്ര, കുഴപ്പമില്ല. നിന്റെ റെസിപ്പി ഒന്ന് നമുക്ക് ഇടാലോ അല്ലേ? റെസിപ്പി കാണട്ടെ, നമുക്ക് റെസിപ്പി കണ്ടിട്ട് വരാം. ഓക്കെ 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 ഓക്കെ. നമുക്ക് തസ്രീത്താന്റെ റെസിപ്പി കാണാം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി പിസ്സയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം ഒരു ലാർജ് ഫ്രൈ പാനിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന മാവ് തന്നെയാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഗോതമ്പ് മാവ് വെച്ച് ദോശയൊക്കെ ഉണ്ടാക്കൂല, ആ ഒരു പരുവത്തിലൊന്ന് മാവൊന്ന് റെഡിയാക്കി എടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു ദോശ മാവിൻ്റെ പരുവത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് ചെയ്യുന്ന സംഭവം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാൻ കേക്കൊക്കെ ചെയ്യൂലേ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ 1/2 കപ്പ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. അതുപോലെ 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത്. സവാള അതും കൂടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് ടൊമാറ്റോ. പിന്നെ മല്ലിയില ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്.
ഒരു കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്. നിങ്ങൾക്ക് ബീൻസോ അങ്ങനെ ക്യാരറ്റിന് പകരം ബീൻസ് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി അത് 2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കൂട്ടും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് ചുട്ടെടുക്കാം. റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 ടീസ്പൂണ്. അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ലാർജ് ഫ്രൈ പാനാണ്. നിങ്ങളുടെ കയ്യിൽ മീഡിയം ഫ്രൈ പാനാണ് ഉള്ളതെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇനി നമ്മളിത് മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് മൂടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇത് മുകൾ ഭാഗം ചെറുതായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലോട്ട് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മൊസറല്ല ചീസൊക്കെ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ഒരു മുട്ടക്കൂട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലാക്കി കൊടുക്കുക. വെജിറ്റബിൾസൊക്കെ എല്ലായിടത്തേക്കും എത്തുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഒറിഗാനോ വേണമെങ്കിൽ അതും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മളിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ചെറുതായിട്ട് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പാനിൽ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ തൽക്കാലം വേറൊരു പാനിലോട്ടാണ് കേട്ടോ മറിച്ചിട്ട് കൊടുക്കുന്നത്. ഓൾറെഡി ഞാനവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ നമ്മളിത് വീണ്ടും ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടോടെ തന്നെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണിത്. എൻ്റെ അനിയത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അവൾ കൂടുതലും ഇങ്ങനെ ഹെൽത്തി ആയിട്ടും അതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലൊക്കെ നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായും അതുപോലെ ഡിന്നർ, പിന്നെ കുട്ടികൾക്ക് ടിഫിൻ കൊടുക്കാനൊക്കെ നല്ല പറ്റിയൊരു ഡിഷാണ്. ഏത് കുട്ടികളും കഴിച്ചു പോകും. ഒരു പീസൊക്കെ കൊടുത്താൽ മതി. നല്ല വയറ് നിറയുന്നൊരു ഹെവി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. സൂപ്പർ, നല്ല റെസിപ്പി ആയിരുന്നു തസ്രീത്ത. നല്ല അടിപൊളി. മാഷാ അല്ലാ, തസ്രീ സൂപ്പർ റെസിപ്പി ആയിരുന്നു. ഞങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ.
താങ്ക് യു കുബ്ര, താങ്ക് യു ഇൻഷിർ ആൻഡ് ജുമി. പിന്നെ തസ്രീം, നമ്മളെ ഈ ചാനലിനെ കുറിച്ച് ഇപ്പൊ കുറെ നമ്മളെ എപ്പിസോഡ് കഴിഞ്ഞല്ലോ. അതെ, ഞങ്ങൾ കുറെ ചെയ്തല്ലോ മാഷാഅല്ലാ. ജിദ്ദയിൽ കുറെ ചെയ്തല്ലോ. അതിനെ കുറിച്ചും ആ ജിദ്ദയിലത്തെ റെസിപ്പിനെ കുറിച്ചൊക്കെ ഒന്ന് വിശദമായി പറഞ്ഞുതരൂ. നല്ല പ്രോഗ്രാം നന്നായി ചെയ്യുന്നുണ്ട്, നല്ല പ്രോഗ്രാമാണ്, ഞാൻ കാണാറുണ്ട്. കുബ്രാന്റെ കുറെ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ടുണ്ട്, കുറെ റെസിപ്പീസ് കണ്ടിട്ടുണ്ട്, കുറെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇൻഷിറ ആൻഡ് ജുമി ഇവരുടെയും ഞാൻ കണ്ടു കേട്ടോ, കുറെ റെസിപ്പീസ് ഒക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് നന്നായിട്ടുണ്ട്. താങ്ക് യു. നിങ്ങളിപ്പോ ലൈക്ക് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. ഈ പരിപാടിയെ കുറിച്ച് എന്തൊക്കെയാണ്? അതെ, എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നെ ഉൾപ്പെടുത്തിയതിൽ ഒരുപാട് സന്തോഷം. ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും കുബ്രാക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. പിന്നെ മലബാർ അടുക്കളയ്ക്കും നമ്മുടെ ഒരുപാട് താങ്ക്സ്. അതെ, നീ ബാംഗ്ലൂരിൽ ഇപ്പൊ കൊറേ വർഷമായല്ലോ. ഞാനിപ്പോ 2 വർഷമായി. അവിടൊക്കെ എങ്ങനെയാണ് ജീവിതമൊക്കെ? നല്ല ഉഷാറല്ലേ? അൽഹംദുലില്ലാ. കുഴപ്പമില്ല. ട്രാഫിക്കാന്ന് ഭയങ്കര, പുറത്തൊക്കെ പോകാൻ കുറച്ച് മടിയാന്ന് ട്രാഫിക് കാരണം. മക്കളൊക്കെ ശ്രീതാന്റെ? മക്കള് രണ്ടുപേര് ജോലിയിലാണ്. മോള് ഇപ്പൊ പഠിത്തം കഴിഞ്ഞേ ഉള്ളൂ. ചെറിയ മോന് പഠിക്കുന്നുണ്ട്, ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ്. 4 പേരും എഞ്ചിനീയറിംഗ് ആണ്. പിന്നെ HND ലൈവിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? നമ്മളെ ഈ ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയൂ. അതെ, നല്ല പരിപാടിയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇതിൽ വരാൻ ഇത്രയും ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഇതിൽ വരാൻ പറ്റിയതിൽ. നല്ല പരിപാടിയാണ്. ഞാൻ കുറെ പരിപാടി കണ്ടിട്ടുണ്ട്, കുറെ ലൈവ് പ്രോഗ്രാം ഒക്കെ കണ്ടിട്ടുണ്ട്. നീ പറഞ്ഞില്ല എന്നോട് നമുക്ക് എങ്ങനെയും പങ്കെടുക്കാൻ പറ്റുമോ ചോദിച്ചപ്പോ തന്നെ ഞാൻ ഇവിടെ പറഞ്ഞു നമുക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി വെച്ചാലോ എന്ന് ചോദിക്കുമ്പോ ഓക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇങ്ങനെ സൂമിൽ വരാൻ പറ്റുന്നു. അത് ഭയങ്കര സന്തോഷമായി പറഞ്ഞപ്പോ. ഞാൻ ആദ്യം തസ്രിനോട് തന്നെ പറഞ്ഞു, കുറെ ആളെ മെസ്സേജ് വന്നു എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം തസ്രി തന്നെയാണ് കൊണ്ടുവരുന്നത്, എന്നിട്ട് നിങ്ങൾക്ക് വരാന്ന് പറഞ്ഞു എല്ലാരോടും. മാഷാഅല്ലാ, ഈ ഒരു ഇത് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റിയത്. എന്താ നീ പറഞ്ഞല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സജഷൻ അവരോട് വെച്ചു നമുക്ക് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോ അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു, നമുക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു തന്നു. മാഷാഅല്ലാ. നൗഷാദക്കാർക്ക് ഭയങ്കര വലിയൊരു താങ്ക്സ്. ഇവിടത്തെ ഇതിന്റെ പേര് നൗഷാദക്കാണ്. ഡോക്ടർ ഇന്ദുവും നൗഷാദും ആണ് എന്റെ ആൾക്കാര്. മാഷാഅല്ലാ, താങ്ക് യു എന്നെ ഇതിൽ ഉൾപ്പെടുത്തിയതിൽ. ഇനിയും വരണം ഇൻഷാ അല്ലാ. ഇതില് നല്ല നല്ല റെസിപ്പി ആയിട്ട് നീ വരണം. പിന്നെ തബസ്സും കിച്ചണൊക്കെ കുഴപ്പമില്ല. പറയൂ. ഞാന് ചാനൽ തുടങ്ങിയിട്ട് കുറെ വർഷമായി. നല്ല വീഡിയോസ് ആണ്, നല്ല നല്ല റെസിപ്പീസ് ആണ്, വെറൈറ്റി റെസിപ്പീസ് ഒക്കെ. ഇടക്ക് ബ്രേക്ക് എടുത്തിരുന്നു നല്ലോണം. അതിന്റെ കുഴപ്പം നല്ലോണം ചാനലിൽ കാണാനുണ്ട്. ഇടക്കൊന്ന് നല്ലോണം ബ്രേക്ക് എടുത്തു. അധികം FB-ലൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ആളുമാണല്ലോ. അതെ, മലബാർ അടുക്കളേന്റെ പേജിൽ എല്ലാ പേജിലും എപ്പോഴും ആക്റ്റീവ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. ശ്രമിക്കാറുണ്ട് കൂടുതലും. പിന്നെ ഇൻഷാ അല്ലാ 1 ലക്ഷം വ്യൂസ് ആയി കിട്ടട്ടെ. മാഷാ അല്ലാ, അതില് തബസ്സും കിച്ചൺ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബർ കിട്ടട്ടെ. അതെ, ഇൻഷാ അല്ലാ. താങ്ക് യു. ഇൻഷാ അല്ലാ. വലിയ ആഗ്രഹമാണ് 1 ലക്ഷം സബ് കിട്ടാൻ വേണ്ടിട്ട്. ഇനിയും ഈ ലൈവിൽ ഇനിയും വരാ അല്ലേ? ഇൻഷാ അല്ലാ, ലൈവില് വീണ്ടും വീണ്ടും വരണം കേട്ടോ. ഇൻഷാ അല്ലാ, പല വെറൈറ്റി ഡിഷുകളായിട്ട് ഇനിയും വരാ. ഇൻഷാ അല്ലാ, ട്രൈ ചെയ്യാം. ഇൻഷാ അല്ലാ. മാഷാ അല്ലാ, നല്ല കമന്റുകൾ ഉണ്ട്, കുറെ കമന്റുകൾ ഉണ്ട്. റാസിക്ക നോ സൗണ്ട്. എന്തിനാ സൗണ്ട് ഇല്ലാത്ത റാസിക്ക? അത് നേരത്തെ വന്ന മെസ്സേജ്. അലീക്ക ഉണ്ട് ലൈവില്. മാഷാ അല്ലാ, അലീക്ക വന്നിട്ടുണ്ടോ? ഹായ് അലീക്ക. അലീക്ക നമ്മളെ മലബാർ കോർഡിനേറ്റർ ആണ്, ദുബായിലാണുള്ളത്. മുഹമ്മദ് അലി ചാക്കോത്ത്. മാഷാ അല്ലാ. പിന്നെ ജസ്ന ഷാഫിർ. അലീക്കയെ പോലുള്ള ഒരു ആളുള്ളത് കൊണ്ടാണ് ഈ മലബാർ അടുക്കള നമുക്ക് ഇത്രയും ഉയരത്തിലെത്തിയത്. എല്ലാ സപ്പോർട്ടും ഉണ്ട് അലീഖാന്റെ സൈഡിൽ നിന്ന്. മാഷാ അല്ലാ, അലീക്കില്ലെങ്കിൽ മലബാർ അടുക്കളയില്ല. മലബാർ അടുക്കള ചെയർമാനാണ്. ലൈവ് പ്രോഗ്രാം ഇങ്ങനെ നമ്മളെന്താ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അലീഖാന്റെ നല്ല സപ്പോർട്ടാണ് എല്ലാവർക്കും. അതാണ്, ഇല്ലെങ്കിൽ നമ്മളൊന്നും അല്ല ഇവിടെ. മലബാർ അടുക്കള ഇല്ല, അലീക്ക ഇല്ലെങ്കിൽ മലബാർ അടുക്കള ഇല്ല. മാഷാ അല്ലാ, ഇപ്പൊ മലബാർ അടുക്കള റെസ്റ്റോറന്റ് ഉണ്ട് ദുബായില്.
ദുബായിലുള്ളവരെല്ലാവരും പോവുക. ദുബായിലുള്ള എല്ലാവരും അവിടെ പോയി ഭക്ഷണം കഴിക്കുക. ഇപ്പൊ നമ്മളെ കാർഡ് ഉണ്ട്, നല്ല റിവ്യൂ ആ കേൾക്കുന്നത്. അവിടുത്തെ ഫുഡ് എല്ലാവരും ഡൗൺലോഡ് ചെയ്യണം. ഗോൾഡ് കാർഡ് ഉണ്ട്, അത് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ മലബാർ അടുക്കള ദുബായിലുള്ള റെസ്റ്റോറൻറ്റിൽ അതിൽ ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ ഇവിടെയും കുറേ ഡിസ്കൗണ്ടുകൾ ഇൻഷാല്ലാ വരാൻ പോകുന്നുണ്ട് ആ കാർഡിൽ കൂടെ. ഗോൾഡൻ കാർഡ് എല്ലാവരും ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഫേസ്ബുക്കിലുള്ളതാണ്, മലബാർ അടുക്കള പേജിൽ നോക്കുന്നു, പേജിൽ കാണും ലിങ്ക്. എല്ലാവരും പോയി അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് പിന്നെ മലബാർ അടുക്കള പേജ് എല്ലാവരും ഫോളോ ചെയ്യാൻ പേജ് ഗ്രൂപ്പാണ്. അതിൽ റിക്വസ്റ്റ് ചെയ്താൽ വേൾഡ് വൈഡ് ആണല്ലോ മലബാർ അടുക്കള. എല്ലാവരും മാഷാഅല്ലാ 5 ലക്ഷത്തിൽ പരം മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പാണ്. ഭയങ്കര ആനിവേഴ്സറി ലോക്ക്ഡൌൺ ആയതുകൊണ്ടാണ് അല്ലെ കുറച്ച് നല്ലോണം സെലിബ്രേറ്റ് ചെയ്യാൻ. ഇവിടെ നമ്മള് ജിദ്ദയിലും നല്ല പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ ഒന്നും പറ്റില്ല. സൂപ്പർ ഷെഫ് നടത്താണ്ട് സൂപ്പർ ഷെഫ് അടുത്ത് തന്നെ ഉണ്ടാവും ദുബായിൽ വെച്ചിട്ടാണ്. പിന്നെ ആരൊക്കെ ഉണ്ട് ലൈനില്? നമുക്ക് ഇൻഷുറന്റെ വീഡിയോ കണ്ടാലോ? അത് കുറച്ച് സ്റ്റക്ക് ആയിരുന്നു. ഇൻഷാല്ലാ ഇപ്പൊ റെഡിയാന്നോ നോക്കട്ടെ. എന്തോ വീഡിയോക്ക് പ്രശ്നമുള്ളതുകൊണ്ട് ഇതിലിപ്പോ സാബിറ അബ്ദുൽ മജീദ് മാഷാ അല്ലാ സൂപ്പർ റെസിപ്പി. താങ്ക് യു സാബിർ. റാസിക്ക ഇട്ടിട്ടുണ്ട്. നോട്ട് ഓൺലി അലീക്ക കുബു ഓൾസോ വൺ ഓഫ് ദ സ്ട്രോങ് ലീഡർ. അലീക്ക ഇല്ലെങ്കിൽ ഞങ്ങളൊന്നും ഒന്നല്ല, ഞങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നത് തന്നെ അലീക്കയാണ്. പിന്നെ എല്ലാവർക്കും നല്ല സപ്പോർട്ടുമാണ്. സാബി മാഷാ അല്ലാ സൂപ്പർ റെസിപ്പി ഇട്ടിട്ടുണ്ട്. സജിന പോയിട്ടില്ല, വെയിറ്റിംഗിലുണ്ട്. പിന്നെ എല്ലാരും നല്ല റെസിപ്പി. റാഷിദ് മംഗലശ്ശേരി നല്ല റെസിപ്പി വന്നിട്ടുണ്ട്. റസീന ജാഫർ ഹായ് റസീന. ജസ്ന തസ്രീത്ത സൂപ്പർ ഇട്ടിട്ടുണ്ട്. തസ്രീത്താന്റെ റെസിപ്പിക്ക് ഭയങ്കര കമന്റ് ആണ്. തസ്രീത്താന്റെ റെസിപ്പിക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്കും ടേസ്റ്റിയാണ്. പിന്നെ എല്ലാ വീട്ടിലും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണത്. ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും കാണുന്നില്ല അതിൽ. ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഇവരെ വീഡിയോ കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ട് നമുക്ക് അടുത്ത ആഴ്ച ഇൻഷാല്ലാ ഇവിടെ വീഡിയോ വരുന്നതാണ്. അടുത്ത ആഴ്ച. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി അല്ലേ? പിന്നെ അഷ്റഫ് ചുക്കന്റെ കമന്റ് വായിച്ചില്ലായിരുന്നു ഞാൻ. വെജിറ്റബിൾ സ്പെഷ്യൽ എന്താ ഉള്ളത്? വെജിറ്റബിൾ സ്പെഷ്യലൊക്കെ വരും ഇൻഷാല്ലാ. അടുക്കളയിൽ നിങ്ങൾ പാടാറുള്ള മൂടിപ്പാട്ട് ഉണ്ടായിക്കോട്ടെ. അടുക്കളയിൽ പാടാറില്ല, പാടിയാൽ ലത്തീഫ് അടി കിട്ടും. റഫീഖ് ചീക്കോട് മംഗലശ്ശേരി റെസിപ്പി ഇല്ലേ? മംഗലശ്ശേരി റെസിപ്പി മീൻസ് റഫീഖ് ചീക്കോട് മംഗലശ്ശേരി റെസിപ്പിയോ? അവളെ റെസിപ്പിക്ക് എന്തോ പ്രശ്നം പറ്റി. അവളെ വീഡിയോ അടുത്ത ആഴ്ച ഉണ്ടാവും ഇൻഷാല്ലാ. അടുത്ത ആഴ്ച ഇൻഷിയും റെസിപ്പിയും വരുന്നതാണ്. ഫൗസിയ സുൽത്താന വാവ് യമ്മി. ഫസ്ന ഇഷാക്ക് ഉണ്ട്. വേർ ഈസ് ദ റെസിപ്പി ഓഫ് ഇൻഷിറ? ഇൻഷിറാന്റെ റെസിപ്പിക്ക് എന്തോ പ്രശ്നമുണ്ട്. ഇൻഷിറ അടുത്ത ആഴ്ച വരാൻ വേണ്ടിട്ട് വീണ്ടും അവള് ചെറിയൊരു പ്രശ്നം കൊണ്ട് വന്നതാണ് റെസിപ്പി. നോ പ്രോബ്ലം. മുത്തു എഴുതിയിട്ടുണ്ട്. നസ്രീത്ത അല്ല തസ്രിയ എന്ന് പറഞ്ഞ പേര്. മുത്തു തസ്രിയാണ്. ഞാന് തസ്രീത്ത എന്ന് പറയുന്നുണ്ടോ. അഷ്റഫ് ചുക്കൻ കാസർഗോഡ് പാട്ട് പാടാന്. അപ്പൊ കുബൂര് പാട്ട് പാടുക. കാസർഗോഡ് പാട്ട് പാടായിട്ടില്ല, പാടാനൊന്നും. കുറച്ചുകൂടി എപ്പിസോഡ് പോട്ടെ എന്നിട്ട് പാട്ട് പാടാൻ നമുക്ക്. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഓടിക്കുമല്ലോ. ഫസ്ന ഇസ്ഹാഖ് വേർ ഈസ് ദ റെസിപ്പി ഓഫ് ഇൻഷിറ? നെക്സ്റ്റ് വീക്കിലുണ്ടാവും. ലത്തീഫ്ക പാടൂല പറഞ്ഞിട്ടുണ്ട്. വെണ്ടക്ക കറി വെക്കുന്ന ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. വെണ്ടക്ക തുനുതുന അരിയുക. അല്ല ചെറുതാക്കി അരിയുക വെണ്ടക്ക. എന്നിട്ട് വെള്ളം ഒഴിച്ച് കഴുകുക. അതിനുശേഷം കട്ടയും മുന്നേ കഴുകണം. അല്ല എന്നിട്ട് കഴുകിയാലും മതി, കട്ടയും എന്തെങ്കിലും പറ്റിയാലും. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ, കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് തേങ്ങ ഇട്ടല്ലോ, ആ മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് ഉള്ളി, അതൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലതാണ്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക, വെളുത്തുള്ളി പൊട്ടിക്കുക, വെളുത്തുള്ളി തൂമ്പിക്കുക. ആ മുറിച്ച് വെച്ച സാധനം, മിക്സ് ചെയ്ത് വെച്ച സാധനം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സ്പൂണ് വെള്ളം ഒഴിക്കുക. ചെറിയ തീയിൽ വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കുക. കരിയാതിരുന്ന ഭാഗ്യം. കാസർഗോഡ് റെസിപ്പി അല്ല. അത് വെണ്ടക്ക വറുത്തതാണ്. വെണ്ടക്കായി വറുത്തത് എന്ന് പറയും. ഓക്കെ, അഷ്റഫ് ചുക്കന് കിട്ടിയല്ലോ റെസിപ്പി.
ഇൻഷിൻ്റെ റെസിപ്പീൻ്റെ നെയിം എന്താ? മാഷി. ഞാനൊരു സ്നാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹെൽത്തി സ്നാക്ക് ആണ്. സസ്പെൻസ് ആണ്. ഇൻഷാല്ലാ മാഷി അടുത്ത ആഴ്ച ഉണ്ടാവും. നാഷിദ് PT ഉണ്ട്, ഹായ് പറഞ്ഞിട്ടുണ്ട്. അഷ്റഫ് ചുക്കാൻ കാസർഗോഡ് പാട്ട്. പാട്ടാണ്. റാസിക്ക, now we are waiting മുത്തു. He is one of the best singer. ഇൻഷാല്ലാ റാസിക്ക. ശരി, ഒരു റെസിപ്പി ഒന്ന് ഇതായിപ്പോയി, കുറച്ച് സ്റ്റക്ക് ആയിപ്പോയി. അതുകൊണ്ട് ഇൻഷാല്ലാ അടുത്ത ആഴ്ചക്ക് മാറ്റി വെച്ചു അത്. ഓക്കെ ഓക്കെ. മുത്തു ഇതിന് കപ്പക്ക് കട്ട വെയിറ്റിംഗ്. ഇൻഷാല്ലാ കപ്പ നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം എല്ലാരും ഒന്നിച്ചു. ഇൻഷാല്ലാ. നമ്മുടെ നാട്ടിൽ കപ്പ അങ്ങനെ വേദമൊന്നും അല്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെ കപ്പ ഇല്ലായിരുന്നല്ലോ തസ്രി. അതെ അതെ അതെ, കുറവായിരുന്നു. നമ്മളെ ചായക്ക് മാത്രം കടിയാക്കി കഴിക്കുന്നതല്ലേ. അതെ. ഇവിടെ വന്നതിന് ശേഷം കുറെ പഠിച്ചു. ഇപ്പൊ കപ്പ ബിരിയാണിയും. പക്ഷെ എല്ലാരും മക്കൾക്കൊന്നും വലിയ അത്ര പിടിക്കുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടു കപ്പൊക്കെ. മാഷാല്ലാ. മാഷി ഇതിന് ഇൻഷാല്ലാ വെയിറ്റ് ചെയ്യുന്നു. മാഷി നമുക്ക് കൂടിയിട്ട് കപ്പൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഫെമി ജലീൽ അതെന്റെ ഒരു ഫ്രണ്ടാ. വെയിറ്റിംഗ് ഫോർ മുത്തുച്ച സോങ്. ഇൻഷാല്ലാ ഫെമി വന്നിട്ടുണ്ട്. കുബു നമ്മളെ മലബാർ അടുക്കള മറക്കരുതേ വിളിക്കാൻ. ഇൻഷാല്ലാ എന്തായാലും വിളിക്കും റാസിക്ക. മുത്തു ഇതിന് റാസിക്ക എന്നെ കൊല്ലരുത്. റാസിക്ക പാട്ട് പാടാൻ പറഞ്ഞല്ലോ. മുത്തു വരുന്നുണ്ട് നമുക്ക് പാടാൻ വേണ്ടിട്ട്. ഇൻഷാല്ലാ ഇപ്പൊ പാടും മുത്തു. എല്ലാവരും വെയിറ്റ് ചെയ്യുക മുത്തുവിന്റെ പാട്ടിന് വേണ്ടിട്ട്. അടിപൊളി സോങ് ആയിട്ടാണ് വരുന്നത് മുത്തു. ജസ്ന ഇൻഷി വൺ ടൈം കൂടെ വരാലോ. ഇൻഷാല്ലാ ജസ്നാക്ക് വേണമെങ്കിൽ ഇനി വരാലോ. ഇൻഷാല്ലാ. ഓക്കെ അല്ലേ ജസ്ന? ജസ്നയും ഒരു ഇതിലുള്ള ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അതെങ്കിലും വായിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ സോറി, ഇത് കമന്റ് വായിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ. മുത്തടുത്ത് സേതുമാധവൻ ലൈനിലുണ്ട്. അവരൊരു ഇത് വിട്ടിട്ടുണ്ട്. ഹായ് മൊഹിദ്ദീൻ ഫാസിൽ, വെരി ഗുഡ്. മുത്തുവിന് വെൽക്കം പറഞ്ഞിട്ടുണ്ട്. മാഷിദ റാസി, മുത്തു വെൽക്കം. മുത്തുവിന് മാഷി വെൽക്കം. ഓക്കെ. ഫൗസിയ സുൽത്താന ഹായ്. നമുക്കിനി മുത്തുവിനെ വിളിച്ചാലോ ഇവിടെ പാടാൻ? അതെ, നമ്മള് ജുമിത്താന്റെ ഹസ്ബൻഡാണ്. ജുമിയുടെ ഹസ്ബൻഡാണ്. ഓക്കെ, എന്നാ ഞാൻ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. ഫോൺ എടുത്തോ. ഓക്കെ. ഈ മുത്തു പാടാൻ വരികയാണ്. റാസിക്ക ഡാൻസ് ചെയ്യുന്ന സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. ഇതിട്ട് റാസിക്ക അവിടെ വീട്ടിലിരുന്ന് ഡാൻസ് റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. റീസു ഹായ്. തസ്രിത്താനെ വിളിച്ചിട്ടുണ്ട്. ഞാനുണ്ട് റീസുടെ. എന്റെ ഫ്രണ്ടാണ്. എന്റെ ഒന്നിച്ച് പഠിച്ചു. തസ്രിയ ബഷീർ സൂപ്പർ റെസിപ്പി എന്നുണ്ട് പറഞ്ഞിന്. ലൈനില് തസ്രി നിങ്ങളെ റെസിപ്പി സൂപ്പർ എന്നുണ്ട് പറഞ്ഞിന്. സജിന യൂനസ് വെയിറ്റിംഗ് ഫോർ സോങ്. സജി പാടുന്നുണ്ട്. എല്ലാരും വെയിറ്റ് ചെയ്തോളും. പാടുന്നുണ്ട്. അസ്സലാമു അലൈക്കും. റാസിക്ക എൻ്റെ പാട്ടിന് കാത്തിരിക്കുകയാണ് അല്ലേ? റാസിക്ക എന്തൊക്കെ വിശേഷം? സുഖല്ലേ? സോനു നിഗം സോങ് മറക്കരുതേ മുത്തു. റാസിക് വേഗം വിളിക്കൂ. ലത്തീഫ്ക വേഗം വിളിക്കൂ. വന്നു പാടാൻ തുടങ്ങുന്നുണ്ട്. റാസിക്ക വലൈക്കും അസ്സലാം. നമുക്കൊരു മുഹമ്മദ് റാഫിയുടെ ഒരു സോങ്ങിൽ തുടങ്ങാം അല്ലേ? ഇല്ല. ഫാത്തിമ അബു ഹായ്. ഹായ്. ഫാത്തി എൻ്റെ സിസ്റ്റർ. ഫൗസിയ സുൽത്താൻ ഉണ്ട്. എല്ലാ ലൈവിലും വരുന്നതാണ് ഫൗസിയ സുൽത്താന. ഫാത്തിമ അബു പുന്നളിയ വെൽക്കം. മുത്തു ഫാത്തി വെൽക്കം മുത്തുന്. വെൽക്കം ഫാത്തി. അപ്പൊ പാട്ടിലേക്ക് പൂമുത്തോളെ ഒന്ന് പാടുവോ സജിന മുത്തുനോട്. മുത്തു
BC6 നല്ല മുത്ത് സജിന ഇതിന് പാടാൻ മുത്തു 2 ലൈന് പാടണേ സജിനാക്ക്. പൂമുത്തോള് മലയാളം കുറച്ച് വീക്കാ എന്നാലും. ഫാത്തിമ അബു കുഞ്ഞാളിയ വെൽക്കം. അത് എൻ്റെ മൂത്താപ്പാൻ്റെ മോളാ ഫാത്തിമ. ഫാത്തി. എല്ലാവർക്കും ഹായ് ഹായ്. സഫീർ വീശി മറ്റു അടിപൊളി സോങ് പാടിക്കോ. സബീന അഫ്നജ്. നല്ല ആൾക്കാരുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. ലത്തീഫായി മുത്ത് വിളിച്ചിട്ടുണ്ട്. റാസിഖ്. സോനു നിഗാം സോങ് മറക്കരുതേ മുത്തു. സഫീർ BC ഇവിടെ. കുഞ്ഞി മുഹമ്മദ് ഹായ്. തസ്രിയ ബഷീർ സൂപ്പർ റെസിപ്പി. റിസു പോവല്ലേ, ഇവിടെ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഹാപ്പി ടു സീ ജുമിയാൻ മുത്തു ലൈവ്. അതെൻ്റെ ഒരു ഫ്രണ്ടാണ്. ഹായ് ഫെമി. മൊഹീദ്ദീൻ ഫാസിൻ വെയിറ്റിംഗ് ഫോർ റാഫി സാഹിബ് സോങ്. അടുത്ത ആഴ്ച എന്തായാലും അടുത്ത ആഴ്ച ഉണ്ടല്ലോ ഇൻഷാല്ലാ. നമുക്ക് നാട്ടിൽ നിന്ന് ഉണ്ടാവും. പിന്നെ ഇവിടെ നിന്ന് നമ്മളെ ഇൻഷിറയും വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. സിമി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സിമിയും ഇൻഷിറയും വരാം. സഫീർ വിസി മുത്തുവിനോട് സലാം പറഞ്ഞു. പെട്ടെന്നായിക്കോട്ടെ. തസ്രി പാട്ടിലേക്ക് അടുക്കാലോ. തസ്രി പാട്ട് കേട്ടോളൂ. തസ്രിതൊക്കെ പാട്ടൊക്കെ ഇഷ്ടായിരിക്കൂല. തസ്രി പാട്ട് ചെറുതായിട്ടൊക്കെ പാടുന്നുണ്ട്. പാടുവോ? മൂളിപ്പാട്ട് പാടുന്നുണ്ട്. കമൽ ധാരാവി പെട്ടെന്നായിക്കോട്ടെ. സ്റ്റാർട്ട് ചെയ്യാം. चल काए जाऊं आइए आपकी आंखों के नाम होठों के नाम चल काए जाऊं आइए आपकी आंखों के नाम होठों के नाम आँखों के नाम होठों के नाम फूल जैसे तन पे चलवे ये रंग बूके ये रंग बूके आज जान में उठे होठों को छूके होठों को छूके लचकाइए शाहे बदन महकाइए जुल्फों के शाम चलकाए जाऊं आइए आपकी आँखों के नाम होठों के नाम आप ही का नाम लेकर पी है सभी में पी है सभी में आप पर तड़क रहे प्यालों के सीने प्यालों के सीने यहाँ अजनबी कोई नहीं यह आपकी
महफिल तमाम छलकाए जा आइए आपकी आंखों के नाम होठों के नाम। कौन हर किसी की बाहों में डाले, बाहों में डाले, जो नजर नशा पिलाए वो ही संभाले, वो ही संभाले। दुनिया को हो औरों की धुन, हमको तो है साकी से काम छलकाए जाओ आइए आपकी आंखों के नाम होठों के नाम छलकाए जाओ आइए आपकी आंखों के नाम होठों के नाम, आंखों के नाम होठों के नाम। മാഷാല്ലാ സൂപ്പർ. താങ്ക് യു. എല്ലാരും സൂപ്പർ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും കമന്റ്. താങ്ക് യു റാസിക. മാഷാല്ലാ ലത്തീഫ, റാസിക, പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ റീസു നാട്ടിൽ നിന്ന് അവള് കാത്തിരുന്ന് കാണുന്നുണ്ട്. അതിനൊരു പാട്ട് കൂടെയാണ്. ഇത് മറ്റേ എൻ്റെ ഫ്രണ്ടാ ജലീല. क्या हुआ तेरा वादा, वो कसम, वो इरादा, क्या हुआ तेरा वादा, वो कसम, वो इरादा, बोलेगा दिल जिस दिन तुम्हें, वो दिन जिंदगी का आखिरी दिन होगा। क्या हुआ तेरा वादा, वो कसम, वो इरादा। याद है मुझको तूने कहा था तुमसे नहीं रूठेंगे कभी, दिल की तरह से हाथ मिले हैं कैसे भला छूटेंगे कभी। तेरी बाहों में बीती हर शाम ये वफा ये भी क्या याद नहीं। क्या हुआ तेरा वादा, वो कसम, वो इरादा,
बोलेगा दिल जिस दिन तुम्हें, वो दिन जिंदगी का आखिरी दिन होगा। क्या हुआ तेरा वादा, वो कसम, वो इरादा। Thank you. Razik, Mashida. ओ कहने वाले मुझको फरेबी, कौन फरेबी है ये बता। वो जिसने गम लिया प्यार के हाथ, या जिसने प्यार को बेच दिया। नशा दौलत का है सब क्या, कि तुझे कुछ भी याद नहीं। क्या हुआ तेरा वादा, वो कसम, वो इरादा। बोलेगा दिल जिस दिन तुम्हें, वो दिन जिंदगी का आखिरी दिन होगा। क्या हुआ तेरा वादा, वो कसम। സൂപ്പറായിരുന്നു. Thank you. For chain. Hi. ഹായ് ഷിബി, ഇടു പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ അബു ഹായ്. ഫാത്തിമ അബു കൈയടിച്ച്. റാഷിദ് Thank you. ശരി, എല്ലാവർക്കും ലൈക്കായി പാട്ട്. ഫൗസി സുൽത്താന ഹായ്. റാസിക്ക വർണ്ണിന് മുത്തുവിന്റെ ആ ചെയിൻ സോങ് മറക്കരുത് പാടാൻ. ഒന്ന് പഠിക്കൂ. बोली सी सूरत आंखों में मस्ती, हाय हाय। बोली सी सूरत आंखों में मस्ती, दूर गड़ी शर्माए। एक झलक दिखलाए कभी कभी आंचल में छुप जाए। हाय हाय, मेरी नजर से तुम देखो तो यार नजर वो आए। बोली सी सूरत आंखों में मस्ती, हाय हाय। റാസിക്ക Thank പറഞ്ഞത് you. പാടാന്. റാസിക്ക പറഞ്ഞത് അത് പാടാന്. അതിന്റെ ഒരു ലൈനാണ് ഞാൻ പാടിയത് അതിലുള്ള. നോ Thank you, വേർഡ്സ് thank you. മുത്തു, എക്സലന്റ് വോയിസ്. ശരിയാണ്, ആങ്കറാണ് ശരി. ഇവിടത്തെ തസരി അടിപൊളി പറഞ്ഞിട്ടുണ്ട്. റാസിക്ക ഷെറിൻ മുഹമ്മദ് സൂപ്പർ സോങ്. അതെ ശരി, നമ്മുടെ ഇവിടുത്തെ ആങ്കറാണ്. ഷിബി ഷിബി അടിപൊളി. തസ്രിയ ബഷീർ അടിപൊളി. വാവ്, റാസിക്ക് ദ ഡാൻസ്. റിഫ മാഷാഅല്ലാ. മുത്തു ജലീൽ. തസരി അടിപൊളി പറഞ്ഞിട്ടുണ്ട്. തസരി ഹായ്. ഹായ് തസ്രി. റാസിക്ക നൈസ്. ഒരു പാട്ടും കൂടി കഴിഞ്ഞിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇന്നത്തത് വൈൻഡപ്പ് ചെയ്യാം ഇൻഷാ അല്ലാ. അതുകൊണ്ട് ഒരു പാട്ട് കൂടിയുണ്ട്. റജിന യൂനസ് പറഞ്ഞിട്ടുണ്ട് നല്ല പാടാന്. ജസ്റ്റ് 2 ലൈന് പാടിക്കോ. ഒരു മലയാളം പാട്ട് പാടാം. മലയാളം പാട്ടായിക്കോട്ടെ. കുറച്ച് മലയാളം പാടാം. കുറച്ച് ചിലമ്പലിക്കാട്ടെ ഒന്ന് ചിട്ടിയടിച്ചാട്ടെ, മഴ തുള്ളി തുള്ളിച്ചാട്ടെ, അടി മിന്നലെറിഞ്ഞാട്ടെ. ചിലമ്പലിക്കാട്ടെ
ഒന്ന് ചിറ്റി അടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ മിന്നലെറിനാട്ടെ മകരം മണ്ണാടയായി പൊതിയും പൂമ്പാറ്റയെ കനവിൻ കണ്ണാടിയിൽ തെളിയും വാർത്തിങ്കളെ മുത്തുമായി മുത്തം വെക്കും നക്ഷത്രമല്ലേ ബിഗി 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 love you love you love you baby hi biggie 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 love you love you love you baby ചിലമ്പൊല്ലിക്കാറ്റ് ഒന്ന് ചിറ്റി അടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ മിന്നലെറിനാട്ടെ ചിലമ്പൊല്ലിക്കാറ്റ് ഒന്ന് ചിറ്റി അടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ മിന്നലെറിനാട്ടെ നിന്നയിൽ നാം തൂവൽ തുമ്പാൽ തൊട്ടാ മേഘച്ചില്ലിൽ ചെല്ലാം എൻ മരത്തെ ചേല തുമ്പാൽ മൂടാം പൊന്നെ പൊന്നാരെ വരും മിട്ടാം കൊട്ടാരം നിലാവിലെ മണ്ണിനെട്ടിൽ മാൽവൽ കൊട്ടാരം എന്നെ നോക്കാതെ ഒന്നും മിണ്ടാതെ വേനക്കയാൽ തൊട്ടാൽ പൊട്ടും വിളക്കല്ലേന Biggie, 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 biggie. Love you, love you, love you, baby. Hi, biggie, 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 biggie. Love you, love you, love you, baby. ചിലമ്പൊല്ലിക്കാറ്റ് ഒന്ന് ചുറ്റി അടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ മിന്നലെറിനാട്ടെ ചിലമ്പൊല്ലിക്കാറ്റ് ഒന്ന് ചുറ്റി അടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ മിന്നലെറിനാട്ടെ കണ്ടപ്പോഴും കണ്ണിൽ മിന്നി നീല ചമ്പിന്നാണം മാറിൽ ചേർന്നപ്പോഴും ശ്വാസക്കാറ്റിൽ കേട്ടു ടിക് ടിക് താളം മട്ടല്ലേ അനി പട്ടാങ്ങൂളൂലേ ചെന്നവരെ ചുണ്ടിൽ ചുണ്ടാൽ ചായം തേക്കൂലേ പൊന്നെ പൊന്നാരെ പൊന്നിയല്ലേ ആരും കാതിൽ തന്നെ മുളും മൂട്ടിപ്പാട്ടല്ലേ Biggie, 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 biggie. Love you, love you, love you, baby. Hi, biggie, 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 biggie. Love you, love you, love you, baby. ചിലമ്പൊല്ലിക്കാറ്റ് ഒന്ന് ചിറ്റി അടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ മിന്നലെറിനാട്ടെ ചിലമ്പൊല്ലിക്കാറ്റ് ഒന്ന് ചിറ്റി അടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ മിന്നലെറിനാട്ടെ മകരം മണ്ണാടയായി പൊതിയും പൂമ്പാറ്റയെ കണ്ണവിൻ കണ്ണാടിയിൽ തെളിയും വാർത്തിങ്കളെ മുത്തുമായി മുത്തം വെക്കും നക്ഷത്രമല്ലേ ബിഗി 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 love you love you love you baby hi biggie 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 love you love you love you baby hi താങ്ക് യു ഗായകൻ ഇത്ര നല്ല ഡാൻസ് സോങ് ഇരുന്ന് പാടരുത് റാസി അടിപൊളി പറഞ്ഞിട്ടുണ്ട് ഭീമാപ്പള്ളിയുണ്ട് ഹായ് നോക്ക അടിപൊളി ഡാൻസ് സ്റ്റെപ്പ് മലയാളം പാടി താങ്ക് യു ജസ്നയുണ്ട് മാഷി
താങ്ക് യു മാഷി. അടിപൊളി സജന പാട്ട് യൂനസ്, പറഞ്ഞിട്ടുണ്ട്. സജന യൂനസ് താങ്ക് യു. മലയാളം പാടാം. ഷിബി താങ്ക് യു. സോങ് വേറെ ലെവൽ. ഷിബി താങ്ക് യു. എല്ലാവർക്കും താങ്ക്സ്. ഒരു ഒറ്റ വാക്കില് ആ പള്ളി മുത്തു പൊളിച്ചു. Thank you. റാസിക മുത്തു സൂപ്പർ ഡൂപ്പർ. ഫൈസൽ താങ്ക് യു. തകർത്തു. താങ്ക് യു എല്ലാവർക്കും. കമൽ പാടാൻ ഒരാളേ ഉള്ളൂ. അതെ, ഒരാളേ ഉള്ളൂ. ഷംസീർ റിഫാജും പാട്ടുപാട്. ഷിബി എഴുതിയിട്ടുണ്ട് നൈസ് സോങ്. മാറി പാടണം, ഞാൻ പാടണം. ഹിന്ദി ആണെങ്കിലും പറഞ്ഞോളൂ. ഒരു സജന പാട്ട് കൂടി പാടാലോ അല്ല? 10 പാട്ട് पापा कहते हैं बड़ा नाम करेगा, बेटा हमारा ऐसा काम करेगा, मगर ये तो कोई न जाने कि मेरे मंजिल है कहाँ. पापा कहते हैं बड़ा नाम करेगा. റാസിക तेरे नाम हमने किया है जीवन अपना सारा सनम हो, जीवन अपना सारा सनम. प्यार बहुत हमने किया है जीवन अपना सारा सनम. ഷിബി എഴുതിയിട്ടുണ്ട്. വാവ്. ഒരു മിക്സ് പറഞ്ഞിട്ടില്ല റാസി? ഒരാള് മതിയല്ലോ, മുത്താണ്. അതൊരു 8 മിക്സ് ഉള്ള ഒരു പാട്ടുണ്ട്. അത് റാസി റിക്വസ്റ്റ് ചെയ്തിരുന്നു നേരത്തെ അല്ലേ? അത് ലാസ്റ്റ് പാടിയിട്ട് അതിലൊരു 8 പാട്ട് മിക്സ് ഉണ്ടാവും. അപ്പോ 8 പാട്ട് പാടിയ ഒരു ഫീൽ ആയല്ലോ. അതല്ല അല്ലേ? ഒരു പാട്ട് പാട്. ഹലോ സലീമ. പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാടണോ? ഓടിക്കാനല്ലേ? നാട്ടിൽ തന്നെ ഓടിക്കാനല്ലേ? നൈബറാണ്. അമീർ സൗണ്ട് പള്ളി കുബ്ര പാടണം. റാസിക താങ്ക്സ്. റാസികക്ക് വേണ്ടിട്ടാണ് ഒരു താങ്ക്സ് പാട്ട്. മുത്തു എന്ന് ഓ പറഞ്ഞു. താങ്ക് യു. റാസിക്കിന് വേണ്ടിട്ട് ഒരു പാട്ട് പാടുന്നുണ്ട്. പാടണം. തന്നെയാണ് പ്ലാൻ. 2 വർഷമായി ഇപ്പൊ നാട്ടിലെത്തി. റാസിക മൈ ഡോട്ടർ. बोली सी सूरत आंखों में मस्ती हाय हाय. अरे भोली सी सूरत आंखों में मस्ती दूर कड़ी शर्माए हाय हाय. एक झलक दिखलाए कभी कभी आंचल में छुप जाए हाय हाय. मेरे नजर से तुम देखो तो यार नजर वो आए.
भोली सी सूरत आंखों में मस्ती, हाय हाय आ आ आ आ मेहंदी लगा के रखना, डोली सजा के रखना, मेहंदी लगा के रखना, डोली सजा के रखना, लेने तुझे गोरी आएंगे तेरे सजना, मेहंदी लगा के रखना, डोली सजा के रखना। माना अनजान है तू मेरे वास्ते, माना अनजान हूँ मैं तेरे वास्ते, माना अनजान है तू मेरे वास्ते, माना अनजान हूँ मैं तेरे वास्ते। मैं तुझको जान लूं तू मुझको जान ले, आ दिल के पास आ, इस दिल के रास्ते। जो तेरा हाल है वो मेरा हाल है, इस हाल से हाल मिला हो। मौका मिलेगा तो हम बता देंगे तुम कितना प्यार करते हैं सनम। दिल अपना चीर के हम दिखा देंगे तुम्हें कितना प्यार करते हैं सनम। इतना मैं चाहो तुझे कोई किसी को न चाहे, इतना मैं चाहो तुझे कोई किसी को न चाहे। अंबर से आई है परियों की रानी, देख जिसे होती है सबको हैरानी। सुंदर सा मुखड़ा है फूलों के जैसा, होगा ना दुनिया में कोई ऐसा। कितना सीधा कितना सच्चा मेरा राजा, कितना अच्छा। मुझको तो अच्छी लगती है तेरी हर नादानी, सबसे प्यारा मेरा यारा राजा हिंदुस्तानी। मुबारक हो तुम तो ये शादी तुम्हारी, सदा खुश रहो तुम दुआ है हमारी। मुबारक हो तुम तो ये शादी तुम्हारी, सदा खुश रहो तुम दुआ है हमारी। थैंक यू താങ്ക് യു. അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രക്കും ഞങ്ങളുടെ പ്രോഗ്രാമിനുണ്ടല്ലോ സന്തോഷം. പൊളിച്ചടാ സൂപ്പർ റാസിക. റാസി താങ്ക് യു. പിന്നെ സജിന മെസ്സേജിന്റെ മലബാർ അടുക്കളയുടെ മുത്തുകളാണ്. മാഷാ അല്ലാ, നിങ്ങൾ പൊളിക്കൂ, ഞാനുണ്ട് കൂടെ. ആശംസകൾ നേരുന്നു, നല്ല പരിപാടി. താങ്ക് യു റാസിക. സ്പീച്ച്ലെസ് മെലോഡിയസ് സോങ് ഹിയർ. കമൽ ധാരാവി. പന മൂവിയിലെ പാട്ടൊന്ന് പാടുമോ? സൂപ്പർ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. രണ്ടുപേരും. चांद छुपा बादल में, शर्मा खे मेरी जाना, सीने से लग जा तू, बल खा के मेरी जाना। गुमसुम सा है गुपचुप सा है, मदहोश है खामोश है ये समा,
हाँ ये समा कुछ और है हो चांद छुपा बादल में है. താങ്ക് യു. മെലോഡി സോങ് ആണിത്. ഉദിത് നാരായണന്റെ. മുമ്പ് ഞങ്ങൾ റോയൽ ഫോട്ടോഗ്രാഫിയാണ് പാട്ട് സൂപ്പർ. ആ റാഫി. ഓക്കെ ഓക്കെ റാഫി ഹായ്. പാടൂ. പാടാ നിങ്ങൾ എല്ലാവരും പോയി പാടാൻ. ഫെമി ക്രിയേറ്റീവ് ലൈവ് ഷോ ഗ്രേറ്റ്. താങ്ക് യു ഫെമി. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ഒരുപാട് താങ്ക്സ് നല്ലൊരു എല്ലാവരോടും മാപ്പിളപ്പാട്ട് ഒരിക്കൽ പാടും കൂടി. സലീം മൊഗ്രാൻ. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു. നല്ല മാപ്പിളപ്പാട്ടൊക്കെ പാടാൻ പറയുന്നുണ്ട്, പക്ഷേ റാസിക- ടൈം കഴിയാറായി. റാസിക ഇദീക്ക് കുബു വി ആർ എക്സ്പെക്ടിങ് അഗൈൻ. അല്ല ഇൻഷാല്ല മൊത്തം ഇനി ഒന്ന് ഒറ്റയ്ക്ക് വന്നിട്ട് കുറെ പാട്ട് പാടിത്തരും. നമ്മളെ സമയം പരിമിതി കിടക്കുകയാണ്. അമീർ പുതനല്ലൂർ സൂപ്പർ വോയിസ്. മാഷാഅല്ലാ, എല്ലാവർക്കും ഇത്രയും ഞങ്ങളെ ക്ഷമിച്ചും സഹിച്ചു എല്ലാവർക്കും താങ്ക്സ്. ഇനിയും ഇൻഷാല്ല അടുത്ത ആഴ്ച ഞങ്ങൾ വരുന്നതാണ്. പുതിയ പുതിയ റെസിപ്പീസും പുതിയ പുതിയ പാട്ടുകളും എല്ലാം ആയിട്ട് ഇൻഷാല്ല ഞങ്ങൾ വരുന്നതാണ്. പറയുമ്പോൾ തന്നെ ഇങ്ങ് വന്ന് പാടിയതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് നിങ്ങൾക്ക്. നല്ലൊരു ഫേമസ് പ്ലേബാക്ക് സിംഗർ ആവട്ടെ. തസ്രി ഹായ് കുബ്ര. നമുക്ക് നന്നായിരുന്നു പാട്ടൊക്കെ നന്നായിരുന്നു. സൂപ്പറാണ്. പരിപാടി എങ്ങനെയുണ്ട് തസ്രി? പരിപാടി അടിപൊളി കുബ്ര. നല്ല പരിപാടി. തസ്രീതാന്റെ റെസിപ്പിയും നല്ല സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാരും നല്ല അഭിപ്രായമാണ്. പിന്നെ എല്ലാരും ഉണ്ടാക്കി നോക്കും ഇൻഷാല്ലാ. തസ്രി എല്ലാ റെസിപ്പീസും ഉണ്ടാക്കി നോക്കണം എല്ലാവരും. ഫീഡ്ബാക്ക് ഇതിന്റെ താഴെ കമന്റിൽ അറിയിച്ചാൽ മതി. തസ്രീത്താന്റെ ചാനലുണ്ട് തബസ്സും കിച്ചൺ, എല്ലാവരും കാണുക. എന്റെ ചാനലുണ്ട് കാഫിലാസ് വേൾഡ്, അതും എല്ലാവരും കാണുക. ബൈ ബൈ. ബൈ ബൈ ബൈ.